8 രൂപ കൊടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരിക്കലും ശരിയല്ല. നമ്മളൊരു പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം നടപ്പിൽ വരുത്താൻ എന്ത് വേണം, അതിന് ഭൗതിക സാഹചര്യം ഒരുക്കിയിട്ടേ പ്രഖ്യാപനം നടത്താവൂ. അല്ല കൈയടി വാങ്ങാൻ പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല. അന്ന് സംഭവിച്ചത് അതാണ്. ഏതൊരു നാടിന്റെ സമ്പത്ത് കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. വി ഡി സതീശൻ മന്ത്രിസഭയിലെ 2 വനിതാ മന്ത്രിമാരിൽ ഒരാൾ. തൊഴിലും വനിതാ ശിശുവികസനവും അടക്കമുള്ള പ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന മന്ത്രി ബിന്ദു കൃഷ്ണയാണ് റിപ്പോർട്ടറിനോടൊപ്പം ചേരുന്നത്. 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, മറ്റു വകുപ്പുകളുമുണ്ട്. എങ്ങനെയാണ് നമ്മുടെ അടുത്ത 100 ദിവസത്തെ ആദ്യ 100 ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്? ഷെഡ്യൂൾ ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് ക്യാബിനറ്റിൽ ഞങ്ങൾ തീരുമാനമെടുത്തു. ഒരു കാര്യം ഉറപ്പാണ്, UDF മന്ത്രിസഭയുടെ കയ്യൊപ്പ് ഈ 100 ദിവസത്തിനുള്ളിൽ ചാർത്തപ്പെടും. അത്രമേൽ ജനകീയമായി ജനപ്രിയമായ പരിപാടികളുമായി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും മുന്നോട്ട് പോവുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ സാധാരണ ജനവിഭാഗം അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. പരമാവധി അവരുടെ ആവശ്യങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുതിയ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ ശ്രമിക്കും. ഈ തൊഴിൽ വകുപ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ തൊഴിലില്ലായ്മ അടക്കമുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഇലക്ഷന്റെ ദിവസങ്ങളിലൊക്കെ തന്നെയും ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. ഈ യുവജനങ്ങൾ വിദേശത്തേക്ക് പോകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ തൊഴിൽ വകുപ്പിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ മുന്നോട്ടേക്ക് വെക്കുന്ന ഒരു ആശയം എങ്ങനെയായിരിക്കും? അതിനെ നമ്മൾ പരിഹരിക്കാനുള്ള എന്തൊക്കെ നടപടികളായിരിക്കും നമ്മുടെ മുന്നിലുണ്ടാകുക? കൂടുതൽ വിശദമായി പഠിച്ചില്ല, അതായത് ഇന്നെല്ലാം അറിഞ്ഞുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നല്ലൊരു തൊഴിൽ സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പുവരുന്നു. പക്ഷെ അത് പറയുമ്പോഴും ലേബർ കോഡ് അത് നമ്മുടെ രാജ്യത്ത് സത്യത്തിൽ വലിയൊരു ഭീഷണിയായി നിലനിൽക്കുകയാണ്. പക്ഷെ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ്. നമ്മുടെ സ്റ്റേറ്റ് അതിനുവേണ്ട റൂൾസ് ഫ്രെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങൾ ഫ്രെയിം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അതിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകും. ഒപ്പം തന്നെ തൊഴിൽ നിലനിർത്തുക, പുതിയ തൊഴിൽ സാധ്യത മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് പുതിയ തൊഴിൽ സാധ്യതകൾ കണ്ടെത്തി നടപ്പിലാക്കുക, ഒപ്പം തൊഴിലാളികളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകുക. അങ്ങനെ ദ്വിമുഖമായ ഒരു പദ്ധതികളും പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഒപ്പം പരമാവധി പുതിയ തൊഴിൽ സാധ്യതകൾ. കഴിഞ്ഞ സർക്കാർ അതിൽ പരാജയപ്പെട്ടു എന്ന് കരുതുന്നുണ്ടോ? കാരണം ഒരുപാട് യുവജനങ്ങൾ പുറത്തേക്ക് പോയി എന്നുള്ള ഒരു എന്താ പറയുക, ഒരു വിമർശനം പലയിടങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. വിമർശനമല്ലൊരു യാഥാർത്ഥ്യമാണ്. നമ്മളൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വീട് കയറി ഇറങ്ങുമ്പോൾ പല വീട്ടിലും ചെറുപ്പക്കാരില്ല. എല്ലാ മേലും ഉന്നത വിദ്യാഭ്യാസ രംഗത്തുനിന്ന് തുടങ്ങി തൊഴിൽ രംഗത്ത് വരെ എത്തി മറ്റെല്ലാ മേഖലയിലും കൂടെ ചെറുപ്പക്കാരെ, കേരളത്തിന്റെ മക്കളെ കേരളത്തിൽ തന്നെ നിലനിർത്തുവാനുള്ള സാധ്യതകൾ, ആധുനിക വിദ്യാഭ്യാസം വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന അടക്കം ഇവിടെ വരുത്തണം. ഒപ്പം തൊഴിൽ സുരക്ഷിതത്വം ഇവിടെ ഉറപ്പുണ്ട് എങ്കിൽ, തൊഴിൽ ചെയ്യാനുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ നാട്ടിനെ മാറ്റാൻ വേണ്ടി ഉണ്ടാകുമെന്നാണ് എന്റെ പ്രതീക്ഷ. ഇന്ന് നമ്മൾ വനിതാ ശിശു വികസന വകുപ്പിലേക്ക് വരുവാണെങ്കിൽ, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നമ്മൾ പ്രധാനമായി കണ്ടൊരു സംഭവമായിരുന്നു ഈ അംഗൻവാടികളിൽ ബിരിയാണി കൊടുക്കാന്ന് പറയുന്നത്. അത് എല്ലാവരും ഇരുകൈ നീട്ടി സ്വീകരിച്ച ഒരു പദ്ധതി കൂടിയായിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനം എന്നല്ലാതെ ഒരു അംഗൻവാടികളിൽ പോലും അത് കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ പല അംഗൻവാടികളിലും കയറി ഇറങ്ങി ബിരിയാണി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒരിടത്ത് പോലും ഇതുണ്ടായിരുന്നു. അത് നമ്മൾ തുടരുമോ? 8 രൂപ കൊടുത്തിട്ട് ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? അതൊരിക്കലും ശരിയല്ല. നമ്മളൊരു പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം നടപ്പിൽ വരുത്താൻ എന്ത് വേണം, അതിന് ഭൗതിക സാഹചര്യം ഒരുക്കിയിട്ടേ പ്രഖ്യാപനം നടത്താവൂ. അല്ല കൈയടി വാങ്ങാൻ പ്രഖ്യാപനം നടത്തിയിട്ട് കാര്യമില്ല. അന്ന് സംഭവിച്ചത് അതാണ്. നമ്മൾ ആ പ്രഖ്യാപനവുമായി മുന്നോട്ടേക്ക് പോകുമ്പോൾ കൂടുതൽ പണം നൽകിക്കൊണ്ട് ഈ അംഗൻവാടികളിൽ ബിരിയാണി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും. അത് പരിശോധിച്ചിട്ട് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഡിപ്പാർട്ട്മെന്റിലേക്കൊന്ന് പഠനം നടത്തിയതിനു ശേഷം സാധ്യതകൾ പരമാവധി പറഞ്ഞുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഏതൊരു നാടിന്റെയും സമ്പത്ത് കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് നിറവേറ്റുന്നതിനായി തീർച്ചയായും നല്ല പദ്ധതികളും പരിപാടികളും നടപ്പാക്കും. ഈ വനിതകൾ പല സാഹചര്യങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിലടക്കം പലപ്പോഴും ഹറാസ്മെന്റുകൾ നേരിടുന്നത് നമ്മൾ കാണാറുണ്ട്, ചൂഷണം ചെയ്യപ്പെടുന്നത് കാണാറുണ്ട്. അതിനൊക്കെതിരെ ഏത് തരത്തിലായിരിക്കും നമ്മുടെ ഒരു പ്രവർത്തനം? പ്രത്യേകിച്ചൊരു വനിതാ മന്ത്രി എന്ന നിലയിൽ കൂടിയുള്ള ചോദ്യമാണ്. കാലിക പ്രസക്തിയുള്ളൊരു ചോദ്യമാണ്. കാരണം നമ്മളെല്ലാവരും സമൂഹത്തിൽ ഇടപെടുന്നവരും അല്ലാത്തവരുമായ എല്ലാ വനിതകളും നേരിടുന്ന ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ചും വളരെ കാര്യക്ഷമമായ രീതിയിൽ ഇടപെടുന്ന വനിതകളെ, രാഷ്ട്രീയം പറയുന്ന വനിതകളെ, കഴിവ് തെളിയിക്കുന്ന വനിതകളെ, ഏത് മാധ്യമരംഗത്തായാലും എല്ലാ രംഗത്തായാലും ആക്രമിക്കുക, അപമാനിക്കുക, ഇല്ലാതാക്കുക. അതിനെതിരെ നമ്മൾ അത് പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഉടനെ പറയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കവചം. ആവിഷ്കാര സ്വാതന്ത്ര്യം വേറെ, ആളുകളെ അപമാനിക്കാനും ഇല്ലാതാക്കാനും വ്യക്തിഹത്യ ചെയ്യുവാനും ചെയ്യുന്ന മാനസിക വൈകല്യമുള്ളവരെ പോലെ അല്ലാത്തവർ പെരുമാറുന്നത്. ശരിക്കും അങ്ങനെയാണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. തീർച്ചയായും അതിനൊരു ചെക്ക് ആൻഡ് ബാലൻസ് ഉണ്ടായേ മതിയാകൂ. നിയമനിർമ്മാണം അടക്കമുള്ള സാധ്യതകൾ കുറിച്ച് മുഖ്യമന്ത്രിയും ക്യാബിനറ്റും ഒക്കെ ആലോചിച്ച് ചെയ്യും. ഈ നാടിന്റെ ആവശ്യമാണ്.
അപ്പം വനിതാ മന്ത്രി എന്ന നിലയിൽ വലിയ പ്രതീക്ഷകളാണ്. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒക്കെ കാര്യത്തിൽ വേണ്ട രീതിയിലുള്ള കരുതൽ എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്ന് തന്നെയാണ് മന്ത്രി ബിന്ദുകൃഷ്ണ എന്തായാലും റിപ്പോർട്ടറിനോട് പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്കലിനൊപ്പം റിപ്പോർട്ടർ സ്വാതന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.